ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ ഇവിടെ മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായി പോവുകയാണ്. പിന്നെന്താണ്, തിരുവാതിരയും അങ്ങനത്തെ പരിപാടികൾ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഹോളിലേക്ക്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടനെയും റെഡിയാക്കി മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പം പുള്ളി ഒച്ചയിടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഹോളിലെത്തി. എല്ലാവരും വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കൂടെ എത്താനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും വന്നവരൊക്കെ കുറച്ച് പേരൊക്കെ ഇരുന്നു. കുറേ പേരൊക്കെ പുറത്തുണ്ട്. നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് അതിൻ്റെ ഓഡിയോ ഒന്നും ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നതാണ്. അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനോഗ്രേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടായി. അപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാം തിരുവാതിരയായിരുന്നു. അപ്പം ഓരോരുത്തർ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും അങ്ങനത്തെ കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരുത്തരായിട്ട് അതിൻ്റെ എന്താ പറയുക, നിലവിളക്കൊക്കെ കത്തിച്ച് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും 5ാമത്തെ തിരിയങ്ങൾ കളിക്കുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറേ കുട്ടികൾക്കുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാതിരയുടെ വീഡിയോയാണ് ചെയ്തിട്ടുള്ളത്. തിരുവാതിരയായിരുന്നു. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഗെയിമൊക്കെ ഞാൻ കുറച്ച് പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു പിള്ളേരുടെ ഗെയിംസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വടംവലി ആയിരുന്നു കേട്ടോ. അപ്പോൾ വടംവലി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലത്തെ ടീനേജ് പിള്ളേരുടെ ആയിരുന്നു. അപ്പോൾ നല്ല വാശിയേറിയ വടംവലി ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തേക്കെ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. എല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരാണ് ഇതൊക്കെ. എന്നാലും അവർക്ക് ഈ പ്രോഗ്രാംസൊക്കെ ഇവരിങ്ങനെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി എല്ലാം നല്ല ധാരണയാണ്. അവർക്ക് നല്ല ഇൻട്രസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര വടംവലിയാണ്. അപ്പോൾ അവരുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ പുറകിൽ ഭയങ്കര പ്രോത്സാഹനമാണ് കേട്ടോ. അപ്പോൾ ഈ ടീമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പം നല്ല അടിപൊളി, നല്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല കാണുന്നവർക്ക് തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ആവേശമായിരുന്നു ഈ വടംവലി. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെയാണല്ലോ. ഓണപ്പരിപാടിക്ക് വടംവലി ഇല്ലാണ്ട് എന്തൊരു പരിപാടിയാണ്. അപ്പം ഇത് അടുത്തത് നെക്സ്റ്റ് ലേഡീസിൻ്റെ ആയിരുന്നു. അവരും ഇതുപോലെ 2 ടീമൊക്കെ ആയി ഭയങ്കര വടംവലിയായിരുന്നു കേട്ടോ.
ഭയങ്കര ആവേശോജ്വലമായ വടംവലിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പുറകിൽ നിന്ന് എൻകറേജ് ചെയ്യുമായിരുന്നു. കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും വടംവലിക്കൊന്നും കൂടിയൊന്നുമില്ല. അത് കഴിഞ്ഞ് അവസാനം നമ്മുടെ ആണുങ്ങളുടെ വടംവലിയായിരുന്നു കേട്ടോ. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ടീമായിരുന്നു ജയിച്ചത്. കാരണം അതിലത്തെ എല്ലാവരും ഭയങ്കര ചെറിയ മനുഷ്യന്മാരായിരുന്നു. പക്ഷേ അവർ എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് വന്നപ്പം അത് വലിച്ചു വന്നപ്പോൾ അവരൊറ്റ വലിക്ക് നെക്സ്റ്റ് ടീമിനെ വലിച്ചിട്ട് കളഞ്ഞു. അപ്പം നല്ല എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തു എല്ലാവരും ഓണപ്പരിപാടി. നമ്മൾ നാട്ടിലാണെന്ന് വിചാരിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു നാട്ടിലത്തെക്കാട്ടും ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ ഇവിടെ എല്ലാത്തിനും. നമ്മൾ ക്രിസ്മസിനാണെങ്കിലും ഈസ്റ്ററിൻ്റെ പരിപാടിയാണെങ്കിലും പിന്നെ ന്യൂ ഇയർ പരിപാടിയാണെങ്കിലും ഇതുപോലെ ഓണത്തിൻ്റെ പരിപാടിയാണെങ്കിലും എല്ലാം ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ ആഘോഷിക്കാറ്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് സദ്യ തുടങ്ങി. അപ്പോഴത്തേക്കും വാഴയിലയൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ കൊച്ചും ഉണ്ടായിരുന്നു. അവന് കൊച്ചിന് വാരി കൊടുക്കണമായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി കേട്ടോ. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഓണസദ്യ. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. 2 തരം പായസം. ഇപ്പോൾ ചേട്ടനൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ കൊച്ചിന് കുറച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ എരിവാണ് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാവരും ഇവിടെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റി, എൻ്റെത് അങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നല്ല നല്ല ഡാൻസുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരുടെ അടിപൊളി ഡാൻസുകളും ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഒത്തിരി നാൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർ. അപ്പം നല്ല ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് DJ ഉണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് ചായ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരം നമുക്ക് മസാല ദോശ ഉണ്ടായിരുന്നു. ഒത്തിരി എന്താ പറയുക, എല്ലാവരും എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ DJ ഉണ്ടോ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നത്.